ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ മലായി കുറുമൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തല്ലേ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം അതിനുവേണ്ടി 1 കിലോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട്. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കുന്നതാണ് നല്ലത്, നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് ആവശ്യമുണ്ട്. അണ്ടിപ്പരിപ്പും ബദാമും ഒരു പിടി അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കുക. അത് ക്ലീൻ ചെയ്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്തതുകൊണ്ട് 2 എണ്ണം എടുക്കാം. എരിവ് കൂടുതലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും, പക്ഷേ എരിവ് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവും കുറയ്ക്കുക കേട്ടോ. പിന്നെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് പേസ്റ്റ് ആകാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് പേസ്റ്റാക്കി എടുക്കുന്നത്. അപ്പം ചിക്കൻ എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതേ കടായിലാക്കുന്നതുകൊണ്ട് ഈ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇതിനകത്ത് തന്നെ ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാണ്. നിങ്ങൾ വേറെ കടായി എടുത്താലും മതി. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പം നേരത്തെ അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചച്ചുവയും സ്മെല്ലും എല്ലാം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതേ ജാറിലേക്ക് ഞാൻ 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഈ നേരത്തെ ഒഴിച്ചിരിക്കുന്ന പേസ്റ്റിൻ്റെ കൂടെ ചേർത്തിട്ട് വീണ്ടും എല്ലാം മിക്സ് ചെയ്തിട്ടെടുക്കാം. അതൊന്ന് നല്ലോണം ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച ചിക്കനില്ലേ അത് ഇതിലേക്ക് അതിൻ്റെ സ്റ്റോക്ക് അടക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത് ഇനി ഇതിൽ ചിക്കൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് വേവിച്ചെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില മേലെ ഇട്ട് കൊടുക്കാം. അപ്പം ഭയങ്കര സിമ്പിളും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം, സെർവ് ചെയ്യുന്ന സമയത്ത് വീണ്ടും കുറച്ചും കൂടെ ക്രീം ഒഴിച്ച് ഇത്തിരി മല്ലിയിലും കൂടി മേലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം താങ്ക്സ്. ഇനിയും അതുപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.